വാക്ക് ഇൻ ദ ഏൻഷ്യന്റ് പാത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം കണ്ട ഒരു പോസ്റ്റ് അല്ല, നിരന്തരമായി നമ്മൾ കാണുന്ന ഒരു രീതിയാണ് കോട്ടയത്തിന് സമീപം കഞ്ഞിക്കുഴി കേന്ദ്രീകരിച്ചുള്ള ഓർത്തഡോക്സ് എന്ന് സ്വയം അവകാശപ്പെടുന്ന സഭാവിഭാഗം അവരുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിലും അവരുടെ തള്ളിമറിക്കൽസിലും അവർ പറയുന്നത് തങ്ങൾ പുരാതന സഭയാണ്. ഇന്നും ഞാൻ അവരുടെ പോസ്റ്റ് കണ്ടു. ഈ വിഡ്ഢിത്തം അവരിനി പറഞ്ഞു നടക്കരുത്. അതുകൊണ്ട് നമ്മൾ ഇത് ഒന്നുകൂടെ പറയുന്നു. കോട്ടയത്തിന് സമീപം കഞ്ഞിക്കുഴി കേന്ദ്രീകരിച്ച് ഭൂമാഫിയ, പള്ളിപിടുത്തം തുടങ്ങിയ കലാപരിപാടികൾ നടത്തുന്ന സംഘം ഒരിക്കലും ഒരു പുരാതന ക്രിസ്തീയ സഭയല്ല. ആ സഭയിൽപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന ആളുകളെ കൊണ്ട് പ്രതികരിപ്പിക്കാം. ഒറ്റ ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ഒരു പുരാതന സഭയാകുന്നത്? അപ്പൊ ഒരു സഭ എന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനം വേണ്ടേ? സഭ എന്ന് പറഞ്ഞാൽ ഇപ്പോ ലോകത്തുള്ള ഏത് മനുഷ്യനെയും എടുത്താൽ അവനൊരു അപ്പനും അമ്മയും കാണും ഉറപ്പായിട്ടും. അവർക്കും അപ്പനും അമ്മമാരുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗം പറയുന്ന പോലത്തെ പാരമ്പര്യവും പൗരാണികതയും തുല്യമാണ്. കാരണം എല്ലാവർക്കും അവരെ ജനിപ്പിച്ച ആരെങ്കിലും കാണും. അപ്പൊ സഭയുടെ പൗരാണികത, സഭയുടെ പുരാതനത്വം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൽ, ഒരു ദൈവശാസ്ത്രത്തിൽ, ഒരു ഉപദേശത്തിൽ, ഒരു ആരാധനാക്രമത്തിൽ, ഒരു പാരമ്പര്യത്തിൽ, ഒരു പൈതൃകത്തിൽ എത്ര കാലം തുടർച്ചയായി നിലനിന്നു എന്നുള്ളതാണ് സഭയുടെ പൗരാണികത. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന വിശ്വാസത്തിൽ, ഇപ്പോൾ നിങ്ങൾ പിടിച്ചിട്ടുള്ള ഉപദേശത്തിൽ, ഇപ്പോൾ നിങ്ങൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളിൽ, ഇപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആരാധനാക്രമത്തിൽ, നിങ്ങളിപ്പോൾ പുകഴുന്ന ആ പൈതൃകത്തിൽ എത്ര കാലങ്ങളായി നിങ്ങൾ നിലനിൽക്കുന്നു? എത്ര ദശാബ്ദങ്ങളായി, അല്ലെങ്കിൽ എത്ര നൂറ്റാണ്ടുകളായി നിങ്ങൾ നിലനിൽക്കുന്നു? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ബാലിശമല്ല, ദാറ്റ് ഈസ് റബിഷ്. അപ്പൊ കേരളത്തിലുള്ള എല്ലാവരുടെയും അപ്പനും അമ്മയും അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. അതിനു മുമ്പുള്ളവരുടെ പൂർവ്വ തലമുറകളും അവിടെ എവിടെയൊക്കെ കാണും. അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒരു പുരാതന സഭയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭ എന്നാണ് രൂപപ്പെട്ടത്? കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭ പരിശുദ്ധ സുറിയാനി സഭയിൽ നിന്ന് ആ സഭയിലെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ സഭയുടെ പള്ളികളെ തട്ടിയെടുക്കുകയും ചെയ്ത് രൂപപ്പെടുത്തിയ ഒരു വിഘടിത വിഭാഗം മാത്രമാണ്. 1912 ഈ വിഘടിത വിഭാഗം രൂപപ്പെട്ടത്. 1912 സ്ഥാനത്യാഗം ചെയ്തിരുന്ന, അല്ലെങ്കിൽ സ്ഥാനത്തു നിന്ന് നീക്കപ്പെട്ടിരുന്ന അന്ത്യോക്യയുടെ മുൻ പാത്രിയർക്കീസിനെ പറഞ്ഞും പ്രലോഭിപ്പിച്ചും മലങ്കരയിൽ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ മറയാക്കിക്കൊണ്ട് ഇവിടെ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞു വരുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു കാതോലിക്കേറ്റും വാഴിച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതിന് ദൃക്സാക്ഷികളുമില്ല, തെളിവുകളുമില്ല. 1912 അത് മനോരമ സംഘത്തിന്റെ കേവലം ഒരു അവകാശവാദം മാത്രമാണ്. അല്ലെങ്കിൽ തെളിവുകൾ കൊണ്ടുവരാമെന്നാണ്, ഒരു തെളിവുമില്ല. 1912 ഇനി അത് വാദത്തിന് അംഗീകരിച്ചാൽ 1912 ഇവർ വാഴിച്ച കാതോലിക്ക ഒരു വർഷം പോലും ആ കസേരയിൽ ഇരുന്നില്ല.
അതിനു മുമ്പ് അദ്ദേഹം പട്ടാപ്പകൽ ഇടിമിന്നലേറ്റ് ഈ ലോകത്ത് നിന്ന് നീക്കപ്പെട്ടു. അതോടുകൂടെ ആ കാതോലിക്ക എന്ന് പറഞ്ഞ ആ സ്ഥാപനമില്ലാതെയായി. പിന്നീട് ഇവർ പരിഭ്രാന്തിയുടെയും അശാന്തിയുടെയും അനിശ്ചിതത്വത്തിന്റെയും കാലങ്ങളിലൂടെ കടന്നുപോയി. അതാണ് 1912 മുതൽ 1925 വരെയുള്ള കാലഘട്ടം. അതായത് 12 വർഷം. 1912 ഇവര് കാതോലിക്കയെ വാഴിച്ചു. 13 9 മാസം തികയുമ്പോൾ അദ്ദേഹം ഇടിവെട്ടേറ്റ് മരിച്ചു. പിന്നെ 12 കൊല്ലം ആ കസേര കയറിയിരിക്കാൻ ഒറ്റയൊരുത്തം ധൈര്യപ്പെട്ടില്ല. കാരണം അത് പരിശുദ്ധ സിംഹാസനത്തിന്റെ ശാപമാണ് എന്നൊരു ധാരണ എല്ലാവരുടെ മേലും രൂഢമൂലമായി. അങ്ങനെ 1925 രണ്ടാമത്തെ കാതോലിക്കയെ വാഴിക്കാൻ ഇവർ തീരുമാനിച്ചു. അത് വള്ളിക്കാട്ട് ബാവ എന്നറിയപ്പെടുന്ന ആ പാവപ്പെട്ട മനുഷ്യനെയാണ്. ഇതേ അപകടം മണത്തു. അദ്ദേഹം ഞായറാഴ്ച രാവിലെ നെരണംപള്ളിയിൽ വെച്ച് തൻ്റെ കാതോലിക്ക വാഴ്ച നടത്താനാണ് പ്ലാൻ എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം രായ്ക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് പരുമലപ്പള്ളി പോയി. പക്ഷേ വട്ടശ്ശേരിയും മറ്റു വികടന്മാരും ഇതറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിച്ച് പരുമലപ്പള്ളിയിൽ എത്തുകയും ഞായറാഴ്ച രാവിലെ കുർബാന മധ്യേ പരിശുദ്ധാത്മാവ് നിന്നെ കാതോലിക്ക സ്ഥാനത്തേക്ക് വിളിക്കുന്നു എന്ന് ഉച്ചത്തിൽ വട്ടശ്ശേരി ദിവന്നാസ്യോസ് അലറുകയും മറ്റു നിവൃത്തിയില്ലാതെ ഗത്യന്തരമില്ലാതെ അദ്ദേഹം ആ ശപിക്കപ്പെട്ട സിംഹാസനത്തിലേക്ക് ആരോഹിതനാകുകയും ചെയ്തു. ഇതാണ് ചരിത്രം. അപ്പൊ 1925 ശേഷവും ഇവർ അനിശ്ചിതത്വത്തിലും കൺഫ്യൂഷനിലുമായിരുന്നു. പിന്നീട് 1934 ഭരണഘടന എന്ന പേരിൽ ഇവർ ഭരണഘടന ഉണ്ടാക്കുന്നത്. വട്ടശ്ശേരി ദിവന്നാസ്യോസിന്റെ കാലശേഷം മനോരമ പ്രവൃത്തികൾ രൂപപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് ഈ പറഞ്ഞ കഞ്ഞിക്കുഴി ഓർത്തഡോക്സിന്റെ ചരിത്രം. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇവർക്ക് സുറിയാനി സഭയുടേതിൽ നിന്ന് ഇതരമായ ഒരു ആരാധനാക്രമമോ ഒരു പൈതൃകമോ ഇല്ല. എന്താണ് പാട്രിസ്റ്റിക്സ്? പൈതൃകം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിതാക്കന്മാർ എന്ന് പറയുവാൻ ഇവർക്ക് പിതാക്കന്മാരില്ല. സുറിയാനി സഭയുടെ പിതാക്കന്മാരേ ഉള്ളൂ. സുറിയാനി സഭയുടെ പിതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞ്, അവരുടെ വിശുദ്ധന്മാരുടെ പേരുകൾ പറഞ്ഞ്, അവരുടെ സഹതന്മാരുടെ പേരുകൾ പറഞ്ഞ്, അവരിലുണ്ടായിരുന്ന മൗദ്യാനന്മാരുടെയും അവരുടെ ഏവൻഗലിസ്തന്മാരുടെയും പേരുകൾ പറഞ്ഞ് ഓർമ്മകളും കുർബാനകളും പെരുന്നാളുകളും ഒക്കെ ആ സഭ കൊണ്ടാടുന്നു. തുപതൻ വായിക്കുമ്പോഴാണെങ്കിലും മറ്റു ഓർമ്മ പെരുന്നാളുകൾ നടക്കുമ്പോഴാണെങ്കിലും എല്ലാത്തിലും സുറിയാനി സഭയുടെ പൈതൃകമാണ്. സുറിയാനി സഭയുടെ പൈതൃകത്തിൽ നിന്ന് ഇതരമായ ഒരു പൈതൃകം കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭയ്ക്ക് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പൈതൃകത്തിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ അത് അതേപടി പകർത്തിയെടുത്തിട്ട് യാതൊരു ലജ്ജയുമില്ലാതെ യാതൊരു ഉളുപ്പുമില്ലാതെ അവർ പറയും ഞങ്ങൾ ഇവിടുത്തെ പുരാതന സഭയാണ്. ഇവിടുത്തെ പുരാതന സഭയാണ് നിങ്ങൾ ഇവിടുത്തെ പുരാതന സഭയാണ്. ഇവിടെ ഒരു സഭ ഉണ്ടായിരുന്നിരിക്കണം. ആ സഭയിൽ പിതാക്കന്മാരുണ്ടായിരുന്നിരിക്കണം. ആ സഭയിൽ സ്വാഭാവികമായും സഹതന്മാരുണ്ടായിരുന്നിരിക്കണം. ആ സഭയിൽ മൗദ്യാനന്മാരുണ്ടായിരുന്നിരിക്കണം. ആ സഭയിൽ വിശുദ്ധന്മാർ ഉണ്ടായിരുന്നിരിക്കണം. കാരണം അശുദ്ധന്മാരുടെ സഭയാണോ? വിശുദ്ധന്മാരുണ്ടായിരുന്നിരിക്കണം. ആരാണ് മലങ്കരയിലെ വിശുദ്ധന്മാർ? ആരാണ് മലങ്കരയിലെ സഹതന്മാർ? ആരാണ് മലങ്കരയിലെ മൗദ്യാനന്മാർ? ആരാണ് മലങ്കരയിലെ പിതാക്കന്മാർ? ആരാണ് മലങ്കരയിലെ മൽപ്പാന്മാർ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുമില്ല. അപ്പൊ സുറിയാനി സഭയുടെ മൽപ്പാന്മാർ അവരാണ് ഞങ്ങളുടെ മൽപ്പാന്മാർ. സുറിയാനി സഭയുടെ സഹതന്മാർ അവരാണ് ഞങ്ങളുടെ സഹതന്മാർ. സുറിയാനി സഭയുടെ പിതാക്കന്മാർ അവരാണ് ഞങ്ങളുടെ പിതാക്കന്മാർ. സുറിയാനി സഭയുടെ സഹതന്മാർ അത് ഞങ്ങളുടെ സഹതന്മാർ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പോ മൗലികമായ ഒരു സഭാവിഭാഗം മലങ്കരയിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല എന്ന് പകല് പോലെ വ്യക്തമായിരിക്കെ പിന്നെയും ഞങ്ങളൊരു പുരാതന സഭയാണെന്ന് പറയുന്നത് കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആളുകളെ ഇത്രമാത്രം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, പൊതുജനത്തിന്റെ
കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന, പരിഹസിക്കുന്ന ഒരു പരിപാടിയാണ്. ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സഭയില്ല. ഇവിടെ മലങ്കരയിൽ അങ്ങനെ ഒരു സഭയില്ല. ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ എന്തെങ്കിലും സഭയുണ്ടെങ്കിൽ അതിന് തെളിവ് നിങ്ങൾ കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ ഒരു പാട്രിസ്റ്റിക്സ് ഇവിടെ ഇല്ലല്ലോ. ഒരു പൈതൃകം ഇവിടെ എന്ത് പൈതൃകമാണുള്ളത്? ഇനി ആരാധനാക്രമം, മലങ്കരയിൽ രൂപപ്പെട്ട ആരാധനാക്രമമാണോ മലങ്കരയിൽ ഈ കഞ്ഞിക്കുഴി കൊള്ളസംഘം ഉപയോഗിക്കുന്നത്? അല്ല. ആരാധനാക്രമത്തിന്റെ കാര്യത്തിൽ മൗലികതയില്ല. ഇനി എന്തെങ്കിലും കാര്യത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നിലുമില്ല. പിന്നെ എന്താണ് ഇവരെ ഒരു പഴയ സഭ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? അങ്ങനെ ഒരു സഭയില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇപ്പൊ നമ്മള് ഇവിടെ വായിച്ചു, പുരാതന വഴികളിൽ നിങ്ങൾ നടക്കണം, വഴി ഏതെന്ന് അന്വേഷിക്കണം. ഇപ്പൊ വഴികളിൽ ചെന്ന് നോക്കുക. ഇപ്പൊ യാക്കോബായ സഭ പുത്തൻകുരിശ് കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. ആ യാക്കോബായ സഭ എന്ന വഴിയും കഞ്ഞിക്കുഴി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന വഴിയും നോക്കുക. വഴികളിൽ ചെന്ന് നോക്കിയിട്ട് പുരാതന വഴി ഏതെന്ന് നോക്കണം. പുരാതനമായിട്ട് നടന്നിരുന്നത് എവിടെയാണ്? അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ ചൊല്ലും വിളിയും കേൾക്കുകയും ആ പൗരോഹിത്യ നൽവരത്തിന്റെ കീഴിൽ പരിലസിക്കുകയും ആ അപ്പോസ്തോലിക സിംഹാസനത്തിന്റെ കീഴിൽ അച്ചടക്കമുള്ള അജഗണങ്ങളായി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് മലങ്കരയിലെ പൂർവിക പാരമ്പര്യം. 912 മുമ്പ് അങ്ങനെയായിരുന്നു. അപ്പൊ പുരാതന വഴിയിൽ നടക്കുന്ന ആരാണ്? പുരാതന വഴിയിൽ നടക്കുന്നത് യാക്കോബായക്കാരാണ്. നിങ്ങൾ നവീന പാതകളിൽ നടക്കുന്നവരാണ്. നവീന പാതകൾ യാത്രകളെ ദുർഗമമാക്കും, ചുമടുകളെ ഘനമേറിയതാക്കും, നുകങ്ങളെ കഠിനമാക്കും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. യെരമ്യാ പ്രവാചകൻ പറയുന്നു, പുരാതന പാതകളിൽ നടക്കുവീൻ, നിങ്ങളുടെ മനസ്സിന് വിശ്രമം ലഭിക്കും. അപ്പൊ എന്താണ് ഈ പുരാതന പാത? ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു സഭയ്ക്ക് പല ഘടകങ്ങളുണ്ട്. പരിഗണിക്കേണ്ടതായ പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പൗരോഹിത്യം. എന്താണ് പൗരോഹിത്യം? അപ്പൊ അതേപ്പറ്റി വളരെ കുറെ കൂടെ നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഈ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് പൗരോഹിത്യം ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അത് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലും സാമാന്യ യുക്തിയുടെ അടിസ്ഥാനത്തിലും നമ്മൾ പറയുന്നു. ഇനി അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ പറയാം കേട്ടോ. കേൾക്കാനും തെറ്റിതിരുത്താനും ഞങ്ങൾ സദാ സന്നദ്ധരും ആണെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു.